ആക്ച്വലി ഇതൊക്കെ വെച്ചിട്ട് അവിടെ പോകേണ്ടത്. നല്ല വേവി ആയിട്ട് വരുന്ന സമയത്ത് കുറെ ആന്റീസ് ഒക്കെ താഴെ വീണു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നമ്മുടെ സ്വന്തം വർക്കിലാണ് ട്രിവാൻഡ്രം. ഇന്ന് ഞാൻ ഈവനിങ് ആ വന്നത്. എനിക്ക് സൺസെറ്റ് കാണാൻ പറ്റില്ല, ഭയങ്കര ഷോക്ക് അടിച്ചിരിക്കുകയാണ്. മോർണിംഗ് ഇറ്റ്സെൽഫ് ഞാൻ നമ്മുടെ ജിഡായി പറയിൽ പോയിട്ടുണ്ടായി. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് സൺസെറ്റ് കാണാൻ പറ്റില്ല, സൺറൈസ് കാണാൻ പറ്റില്ല. ആൻഡ് നിങ്ങൾ വരികയാണെങ്കിൽ സൺറൈസും സൺസെറ്റും കാണാം. ആൻഡ് ജിഡായിപ്പാറയിൽ നമുക്ക് ഇവിടെ അടുത്താണ് ഞാൻ റിസോർട്ട് എടുത്തിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വർക്കല വിസിറ്റ് ചെയ്യാലോ. ആ റീസൺ കാരണം ഞാൻ ആദ്യം വിസിറ്റ് ചെയ്തത് ജിഡായി ആയിരുന്നു. ആൻഡ് അതിന്റെ വീഡിയോ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അത് മുന്നേ ഇടുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അത് എന്തായാലും വീഡിയോസ് എല്ലാം ഞാൻ എല്ലാം ഇടുന്നുണ്ട്. മാംഗ്ലൂർ ഫോറസ്റ്റ്, വർക്കല, ജിഡായി, പത്മനാഭ ക്ഷേത്രം ഇടുന്നുണ്ട്. എല്ലാം വാച്ച് ചെയ്യാം. ആൻഡ് ഇങ്ങോട്ട് വരുന്നൊരു വേ ഞാൻ പറഞ്ഞുതരാം. നോർമലി ട്രെയിൻ വന്ന് ഇറങ്ങിയതും അവിടുന്ന് ഓട്ടോ എടുക്കാതിരിക്കുക, അതായത് ടാക്സികൾ എടുത്തു വെച്ചാൽ ഓട്ടോക്ക് റേറ്റ് ആണ്. അവിടെ നമുക്ക് ബസ് കിട്ടും, 10 രൂപയുള്ളൂ മിനിമം ചാർജ് ആണ്. വർക്കല ആ ഒരു ബീച്ച് സൈഡിൽ ഇറക്കി വിടും. അവിടെ നിന്ന് ഓട്ടോ എടുക്കുക. അതായത് നിങ്ങൾ അധികം ടയേർഡൊന്നും അല്ലെങ്കിൽ വേറെ എവിടെയും കറങ്ങാതെ വരികയാണെങ്കിൽ നടന്ന് കാണുകയാണെങ്കിൽ കുറെ വ്യൂസ് ഉണ്ട്. അമ്പലമുണ്ട്, കുളമുണ്ട്, അതുപോലെ വേറെ കുറെ ബീച്ചസ് ഉണ്ട്. അവിടെ നമ്മൾ അങ്ങനെ കണ്ട് നടന്നു വരാം. അത് കുഴപ്പമില്ല. ഇൻ കേസ് നിങ്ങൾ ടയേർഡ് ആണെങ്കിൽ അഫ്കോഴ്സ് ഓട്ടോ എടുക്കണം നല്ലത്. അവർ പറയുന്ന റേറ്റിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് ബീച്ച് റിസോർട്ട് ആണ്. ഇവിടെ ഫ്രണ്ട്സ് ആയിട്ട് വരാൻ അടിപൊളിയാണ് ഗൈസ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ ചോദിച്ചാൽ അല്ല. പേഴ്സണലി ഒരു ടൗൺ ആയിട്ടോ ഒരു സിറ്റി ആയിട്ടോ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു വില്ലേജ് പോലെയാണ്. വർക്കല എന്നുള്ളൊരു പേരേ ഉള്ളൂ. ഫുഡിന് ഭയങ്കര ക്ഷാമ. ഇവിടെ ഹോട്ടൽസ് ഉള്ളത് ഈ വർക്കല സൈഡിൽ വരുന്ന റിസോർട്ട്സ് മാത്രം. അവിടെ ഒരു സോഡ ലൈമിന് 170 രൂപയാകേണ്ടി പറഞ്ഞേ. ഓ സോറി. ആൻഡ് അപ്പൊ ഫുഡ് ഭയങ്കര ഷോക. ഓൺലൈനിൽ ബുക്കിംഗ്, ഓൺലൈനിലല്ല, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം. ഇവിടെ സൊമാറ്റോ അവൈലബിൾ അല്ല, സ്വിഗ്ഗി മാത്രമേ ഉള്ളൂ. അതും ലിമിറ്റഡ് ആണ്. നിങ്ങൾ ക്യാരി ചെയ്യാം, അതായത് ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് സ്നാക്സ് ഒക്കെ ക്യാരി. അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കുറെ ക്ലിപ്സ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് വർക്കല ക്ലിപ്പിലല്ല. ഈ സൈഡ് കാണുന്നത് ബ്ലാക്ക് സാൻഡിൽ ബീച്ച്, ഐ തിങ്ക് സോ ആണെന്ന് തോന്നുന്നു. ക്ലിപ്പ് ഇതല്ല, അവിടെയാണുള്ളത്. പിന്നെ ക്ലിപ്പിൽ പോവാണെങ്കിൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. സ്പീഡ് ബോട്ട് ഉണ്ട്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെന്താ ഈ സാൻഡിലൂടെ ഓടിക്കുന്ന കാറില്ലേ അതുണ്ട്. അങ്ങനെ കുറെ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചേഴ്സ് ഉണ്ട്. അതൊക്കെ ട്രൈ ചെയ്യണം. കാണിക്കാൻ പോകുന്നത് നെഗറ്റീവ് ആണ്. ഇവിടുത്തെ വ്യൂസും പിന്നെ സൈറ്റിനൊക്കെ കാണിച്ചു തരാം. എല്ലാവരും അവിടെ ഉണ്ട്. എന്താ നൈറ്റ് ബാത്ത് എടുക്കുന്നുണ്ട്. എനിക്കും അവരുടെ കൂടെ ബാത്ത് എടുക്കണം. കടലിലിറങ്ങി ഇങ്ങനെ മുക്കി നിൽക്കുകയാണ്. അപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ ഇന്നലത്തെ ക്ലിപ്പിൽ കുറെ ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. ബീച്ച് കണ്ടത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി കുളിച്ച് തിമപ്പ് അതിലോട്ട് അങ്ങനെ മെൽറ്റ് ആയിപ്പോയി. സോ വാച്ച് സ്കിപ്പ് ചെയ്യാതെ കാണാം. എപ്പോഴും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടോളൂ. ലെറ്റ്സ് ഗോ. ആക്ച്വലി ഞാൻ തപ്പി നടന്ന കാര്യം കിട്ടി കഴിച്ച്. ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കണമെന്നായിരുന്നു എനിക്കുണ്ടായ. എന്തെങ്കിലും ഒരെണ്ണം മേടിക്കണമെന്നായിരുന്നു ഉണ്ടായ. ഈ വർക്കല ബീച്ചിന്റെ അടുത്തായിട്ട് ഒരു വേ ഉണ്ട്. അതിലോട്ട് നടക്കുന്ന സമയത്ത് കുറേ ഷോപ്സാണ്. ഈ എന്താ പറയുക, സ്റ്റോണും ഉണ്ട്, നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന സ്റ്റോണും ഉണ്ട്. ഒരു കുറേ ഹാൻഡ് മെയ്ഡ് സംഭവങ്ങൾ, ചെയിന്, കമ്മൽ കാണും, എല്ലാം മേടിക്കാൻ പറ്റും. പക്ഷെ വൈറ്റ് കേൾക്കുമ്പോഴാണ് അമ്മാതി റേറ്റ് ആയിരിക്കും. ഭയങ്കര വെയിൽ. സൺസെറ്റ് കാണാൻ വന്നിരിക്കുക. 5 മണിക്ക് ഇറങ്ങി, അല്ല 5 മണിക്ക് 4 മണിക്ക് ഇറങ്ങിയില്ല, പറ്റുന്നില്ല. ഭയങ്കര വെയിലാണ് ഗൈസ്. കുറേ ഷോപ്സ് ഇവിടെ അവൈലബിൾ ആണ്. എന്താ പറയുക, ഒരു എപ്പിക് ആയിട്ടുള്ള ഷോപ്സാണ് കൂടുതലും. അതൊക്കെയാണ് ഫോറിൻകാർ മേടിക്കുക. അതുകൊണ്ട് ഇവിടെ ആ ഷോപ്സ് മാത്രമേ കൂടുതലുള്ളൂ. നമുക്ക് കേരളത്തിലുള്ള പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്സോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ വന്നിട്ട് വർക്കലയിൽ ഒരു മെമ്മറബിൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മേടിക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ല. എല്ലാം ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് ഉള്ളൊരു റിസോർട്ട് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഐ ഹേറ്റ് ഇറ്റ്.
ഇതാണ് ബ്ലാക്ക് സാൻഡിൽ ബീച്ച്. നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സൈഡാണ് ക്ലിഫ് വരുന്നത്. ആക്ച്വലി ഇതൊക്കെ വെച്ചിട്ട് അവിടെ പോകേണ്ടത്. ഇപ്പോഴാണ് ഞാനൊരു വെറൈറ്റി സാധനം കാണുന്നത് ഗൈസ്, നമ്മുടെ ഭക്തി സംഭവങ്ങൾ. എൻ്റെ പൊന്നോ, എന്തുമാണോ അടിപൊളി, ഒന്നാതിരി കെമിക്കലാ തോന്നുന്നുണ്ട്, അടിപൊളി വേണം. നെക്സ്റ്റ് ഒരു വെറൈറ്റി സാധനം ഞാൻ ഇപ്പോഴാണ്. അപ്പൊ ഞാൻ അങ്ങനെ വിശന്ന് കാറി സൺറൈസ് ഹോട്ടലിലാണ് വന്ന്. വേറെ വഴിയില്ല, വർക്കലയിൽ വന്ന ഈ വർക്കലയുടെ അടുത്തുള്ള റിസോർട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള റിസോർട്ട് ഹോട്ടൽസിൽ വരണം. അത് ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ക്ലിഫ് വ്യൂ. അവിടെ പോയിട്ട് കുറെ വ്യൂ ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ അതിന്റെ റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഒരു ഫിഷ് ഫിംഗറിന് 300 റുപ്പീസാണ്. ചിക്കൻ ബിരിയാണിക്ക് 250 രൂപ. ക്വാണ്ടിറ്റി എത്ര ഉണ്ടാവും എന്നൊന്നും അറിയത്തില്ല. പിന്നെ ABC വ്യൂസിന് വരുന്നത് 150 രൂപ. എന്റെ പൊന്നോ, കാക്കനാട് കിട്ടും 60 രൂപയ്ക്ക്. അപ്പോ ഇവിടുത്തെ ഫുഡിന്റെ റിവ്യൂ പറയാം, നിങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് ട്രൈ ചെയ്യാം. സൺറൈസ് ഹോട്ടലിൽ വന്നത് ഇപ്പൊ നന്നായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നിനക്ക് സായിപ്പിനൊക്കെ കാണാൻ പറ്റും. എല്ലാരും നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് കുളിക്കുന്നു ഗൈസ്. ഇവിടെ മീൻ പിടിക്കുന്ന ബോട്ട് പോകുന്നുണ്ട്. അത് കാണുമ്പോ എനിക്ക് 2018 മൂവിയെ ഓർമ്മ വരുന്നത്. അങ്ങനെ നമ്മുടെ എന്താ പറയാ ABC ജ്യൂസ് എത്തിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു, എന്നാലും വീഡിയോക്ക് വേണ്ടി. കറക്റ്റ് ABC ജ്യൂസ് തന്നെയാ. കുടിച്ചിറക്കുന്ന സമയത്ത് ആ ഇട്ടിരിക്കുന്ന എല്ലാ ഫുഡിന്റെയും ഒരു അമ്മാതിരി ഫ്ലേവർ. റോ ജ്യൂസ്, ഗുഡ് ഫോർ ഹെൽത്ത്. അതുകൊണ്ട് ഞാൻ എന്തായാലും കുടിക്കും. എനിക്ക് ഈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ മാത്രമേ ഇഷ്ടം. സ്നാക്സ്, ഈ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. ഡെക്കറേഷൻ ഒക്കെ കൊള്ളാം. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്റെ പൊന്നോ, ഒരു പൂ ഫുള്ളായിട്ട് ഇതൊക്കെ ആർക്ക് വേണം? ഫിഷ് ഗാർലിക്, ഹോട്ട് ഗാർലിക് ആണ്. ഇഷ്ടമായില്ല. നമ്മുടെ നാട്ടിലെ ചിക്കൻ ബിരിയാണി അല്ലത്. ഇഷ്ടമായില്ല. എങ്ങനെയെങ്കിലും ഇത് കഴിച്ചിട്ട് വരാം. ഈ ക്ലിഫിലോട്ട് വരണമെങ്കിൽ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരണം. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് സാൻഡിൽ ബീച്ച് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ സ്റ്റെപ്പ് ഇറങ്ങലും ഭയങ്കര കഷ്ടപ്പാട്. പക്ഷെ ക്ലിഫിലോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ കാഴ്ചകൾ നമുക്ക് കണ്ടു നടക്കാം. Come on guys. ടുഡേ എൻ്റെ ലാസ്റ്റ് ഡേ ആണ് അറ്റ് വർക്കല. ക്ലിഫിലോട്ട് വന്നു വെച്ചാൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാതിരിക്കരുത്. അടിപൊളിയാണ് ഗൈസ്. ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണാം, സൺറൈസ് കാണാം. കുറേ അഡ്വഞ്ചറസ് ട്രിപ്പ് ഉണ്ട്. ഞാനിപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ട് കയറാൻ പോവാം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ സ്പീഡ് ബോട്ടിൽ കയറാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ലെറ്റ്സ് എൻജോയ് ദ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. കം ഓൺ ഗൈസ്.
ഞാൻ എൻ്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ട് കയറി വീഡിയോസ് എടുക്കണമെന്നുണ്ടായി. പക്ഷെ അവിടെ എനിക്ക് നിൽക്കാൻ പോലും ബാലൻസ് ഇല്ലായിരുന്നു. ഈ തിരമാല വന്ന് നമ്മളിങ്ങനെ താഴോട്ടൊക്കെ ഞാൻ വീണ് നിരഞ്ഞ പിന്നെയായി ഇവിടെ ഇരിക്കുകയാണ്. ബ്ലാക്ക് ആയതുകൊണ്ട് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ എഞ്ചിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഒരു വേവ് ഇല്ലാത്തൊരു പ്ലേസാണ്. പക്ഷെ സെൻറ്ററിലാണ് ഞാൻ നിന്ന്. കറക്റ്റ് അമ്മാതിരി വേവ് ആയിരുന്നു. അതാണെങ്കിൽ ഒരു ഡേഞ്ചർ ഏരിയ, നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ഏരിയ. നല്ല വേവി ആയിട്ട് വരുന്ന സമയത്ത് കുറേ ആൻറ്റീസൊക്കെ താഴെ വീണു. ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് സൂക്ഷിച്ചൊക്കെ നിൽക്കുക നിങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വർക്കല വീഡിയോ. അപ്പം ഞാൻ ഇവിടെ വെച്ചത് എൻ്റെയാണ് ഗായ്സ്. സൺസെറ്റൊക്കെ തീർന്ന് നൈറ്റ് ആവാറായി. ആൻഡ് ഇന്നത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ ബൈ ടു വർക്കല ഇതാണ് എൻ്റെ ലാസ്റ്റ് ഡേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന രീതിക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് തീർച്ചയായും. വർക്കലയിൽ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, സംതിങ് എൽസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് വല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞുതരാം. ഞാനത് ഫോളോ അപ്പ് ചെയ്യാം. ആൻഡ് എഡിറ്റിംഗ് എന്താണെങ്കിലും ഒരു കുഴപ്പമില്ല. കമൻറ്റ് ബിലോ കമൻറ്റ്. അപ്പം അത്രയേ ഉള്ളൂ. കമൻറ്റ് സെക്ഷനിൽ മീറ്റ് ചെയ്യാം. ബൈ ഗായ്സ്, ടേക്ക് കെയർ, ബൈ, ലവ് യു.